ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 20ാമത്തെ ക്ലാസ് ആണ്. ഇതിൽ 50-ലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടുകൂടി കണ്ടു തീർക്കണം. അവസാനത്തിൽ നിങ്ങൾക്കുള്ള 4 ചോദ്യവും ഉണ്ട്. അപ്പം അത് അറ്റൻഡ് ചെയ്യണം. നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ഗാന്ധിയൻ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ശ്രീമാൻ നരേൻ. ഇന്ത്യയിലെ ഗാന്ധിയൻ പദ്ധതി ആവിഷ്കരിച്ചത് ശ്രീമാൻ നരേൻ ആണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, വയനാട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, വയനാട്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്റോണിയോ ലാവോസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്റോണിയോ ലാവോസിയെ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഇപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്ന് ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പം അത് പോയി എന്ത് ചെയ്യരുത്, അതിൽ പോയി കുത്തരുത്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രതലബലം, സർഫസ് ടെൻഷൻ. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണമായ പ്രതിഭാസം പ്രതലബലം. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സിദ്ധാന്തത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1921. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സിദ്ധാന്തത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1921. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ്. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? വിജയ് പി ഭട്കർ. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വിജയ് പി ഭട്കർ. വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട URL എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട URL എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? വേൾഡ് വൈഡ് വെബ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? വേൾഡ് വൈഡ് വെബ്, WWW. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. വെർനാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ്? ലോർഡ് റിപ്പൺ. വെർനാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ്? ലോർഡ് റിപ്പൺ. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1881. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1881. 1878 ആയുധ നിയമം ആംസ് ആക്ട് ആവിഷ്കരിച്ച വൈസ്രോയി ആരാണ്? ലോർഡ് ലിട്ടൺ. 1878 ആയുധ നിയമം ആവിഷ്കരിച്ച വൈസ്രോയി ആരാണ്? ലോർഡ് ലിട്ടൺ. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. നമുക്ക് ജവഹർലാൽ നെഹ്റു എന്ന് എഴുതാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, പക്ഷെ അങ്ങനെ എഴുതരുത്. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് എന്ന്? 1941 ഡിസംബർ 7. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് 1941 ഡിസംബർ 7. സമാധാനത്തിന്റെ പ്രവാചകൻ, പ്രൊഫറ്റ് ഓഫ് പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. സമാധാനത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്?
ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻസ് ഏത് രാജ്യങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻസ് ഏത് രാജ്യങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റി. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റി. ഭാരത സർക്കാർ 14 ബാങ്കുകളെ ദേശീയവൽക്കരിച്ചത് ഏത് വർഷത്തിലാണ്? 1969. ഭാരത സർക്കാർ 14 ബാങ്കുകളെ ദേശീയവൽക്കരിച്ചത് ഏത് വർഷത്തിലാണ്? 1969. പാവപ്പെട്ടവരുടെ ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന ബാങ്ക് ഏതാണ്? പ്രാദേശിക ഗ്രാമീണ ബാങ്ക്, RRB. പാവപ്പെട്ടവരുടെ ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന ബാങ്കാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്ക്, RRB. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? CPU. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗമാണ് CPU. ഇന്റർനെറ്റിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഇ-കൊമേഴ്സ്. ഇന്റർനെറ്റിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇ-കൊമേഴ്സ്. വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനത്തിന്റെ നാവിഗേഷൻ സിസ്റ്റം പേരെന്താണ്? നാവിക്. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനത്തിന്റെ പേരാണ് നാവിക്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏവ? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ ചോദിച്ചുള്ളത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. കേരളത്തിലെ നവോത്ഥാന നായകൻ അയ്യങ്കാളി ജനിച്ച സ്ഥലം ഏതാണ്? വെങ്ങാനൂർ. കേരളത്തിലെ നവോത്ഥാന നായകൻ അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. ഭാരത സർക്കാർ അടുത്തിടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഭാരത സർക്കാർ അടുത്തിടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഇന്ത്യയിൽ GST നിലവിൽ വന്ന തീയതി എന്നാണ്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST പ്രാബല്യത്തിൽ വന്നത്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രി. GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏത് കേന്ദ്ര ഏജൻസിക്ക് കീഴിലാണ് വരുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏത് കേന്ദ്ര ഏജൻസിക്ക് കീഴിലാണ് വരുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അന്തരീക്ഷത്തിലെ മലിനീകരണ വസ്തുക്കളെ നിലത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭാസം ഏതാണ്? താപനില വിപരീതം. അന്തരീക്ഷത്തിലെ മലിനീകരണ വസ്തുക്കളെ
നിലത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭാസമാണ് താപനില വിപരീതം, ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരുമ്പോൾ ഏർപ്പെടുത്തുന്ന രാഷ്ട്രപതി ഭരണത്തിന്റെ പരമാവധി കാലാവധി എത്രയാണ്? 3 വർഷം. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരുമ്പോൾ ഏർപ്പെടുത്തുന്ന രാഷ്ട്രപതി ഭരണത്തിന്റെ പരമാവധി കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ഇന്ത്യയിലെ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക്. ഇന്ത്യയിലെ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച വെബ് ബ്രൗസർ ആണ് എപ്പിക്. 1510 ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? അൽബുക്കർക്ക്. 1510 ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? അൽബുക്കർക്ക്. നമ്മൾ ഗോവയിൽ ബുക്കുമായിട്ട് പോവോ? ഇല്ല, നമ്മൾ ഗോവയിൽ എൻജോയ്മെന്റിന് പോകുന്നതാണ്. അവിടെ നമ്മൾ ബുക്ക് എടുത്ത് പോവില്ല അല്ലെ? അവിടെ ഇപ്പം 10th ഉള്ള കുട്ടികളും അവിടെ ടൂറ് പോകുന്നുണ്ട്, പക്ഷെ അവരൊക്കെ ബുക്ക് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ആരുടെ പ്രചോദനത്താലാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താൻ ശ്രമിച്ചത്? ഇമ്മാനുവൽ രാജാവ്, ഡോം മാനുവലിന്റെ പ്രേരണയാലാണ്. ആരുടെ പ്രചോദനത്താലാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താൻ ശ്രമിച്ചത്? ഇമ്മാനുവൽ രാജാവ്, ഇമ്മാനുവൽ ഒന്നാമൻ, ഡോം മാനുവൽ എന്നൊക്കെ അറിയപ്പെടുന്ന രാജാവിന്റെ പ്രചോദനത്താൽ. തിരുവിതാംകൂറിൽ താലൂക്കിന് തുല്യമായ ഭരണവിഭാഗം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? മണ്ഡപത്തും വാതുക്കൽ. തിരുവിതാംകൂറിലെ താലൂക്കിന് തുല്യമായ ഭരണവിഭാഗം അറിയപ്പെട്ടിരുന്ന പേര് മണ്ഡപത്തും വാതുക്കൽ. വില്ലേജുകൾ അറിയപ്പെട്ടിരുന്നതാണ് പകുതികൾ. വില്ലേജുകൾ പകുതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തമിഴ്നാട്ടിലെ പ്രമുഖ നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തമിഴ്നാട്ടിലെ പ്രമുഖ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ച തീയതി എന്നാണ്? 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12. സതി ആചാരം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1829. സതി ആചാരം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വർഷം 1829. ആഗ്രയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര്? ഷാജഹാൻ. ആഗ്രയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് കാരണമാകുന്ന 5 മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ കണങ്ങളെ എന്ത് വിളിക്കുന്നു? മൈക്രോ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് കാരണമാകുന്ന 5 മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ കണങ്ങളെ വിളിക്കുന്ന പേര് മൈക്രോ പ്ലാസ്റ്റിക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. GST നിയമപ്രകാരം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതി ഏതാണ്? IGST. അപ്പൊ ഇറക്കുമതി GST നിയമപ്രകാരം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് IGST. കമ്പ്യൂട്ടറിലെ ബൂട്ടപ്പ് പ്രോഗ്രാമുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മെമ്മറിയിലാണ്? റോം, റീഡ് ഓൺലി മെമ്മറിയിൽ. അതാണ് സ്ഥിരം മെമ്മറി അല്ലെ? കമ്പ്യൂട്ടറിലെ ബൂട്ട് അപ്പ് പ്രോഗ്രാമുകൾ സൂക്ഷിച്ചിരിക്കുന്നത് റോമിലാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത് ഏത് രാജ്യത്തെ ടീമാണ്? ഗ്രീസ്. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത് ഏത് രാജ്യത്തെ ടീമാണ്? ഗ്രീസിലെ.
ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത്? ബീഹാർ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാർ. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് ഏത്? ഓപ്ഷൻ എ റെപ്പിറ്റി വിച്ഛിന്നത, ഓപ്ഷൻ ബി മെഹറോവിസിക് വിച്ഛിന്നത, ഓപ്ഷൻ സി ഗുട്ടൻബർഗ് വിച്ഛിന്നത, ഓപ്ഷൻ ഡി ലേമാൻ വിച്ഛിന്നത. ചോദ്യം 2. ഭൂമിയുടെ കേന്ദ്രഭാഗമായ അകക്കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ത്? ഓപ്ഷൻ എ സിയാൽ, ഓപ്ഷൻ ബി സിമ, ഓപ്ഷൻ സി നിഫെ, ഓപ്ഷൻ ഡി മാൻഡിൽ. ചോദ്യം 3. സമുദ്ര ഭൂവൽക്കത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സമുദ്ര ഭൂവൽക്കത്തിൽ. ഓപ്ഷൻ എ സിലിക്ക അലൂമിനിയം, ഓപ്ഷൻ ബി ഇരുമ്പ് നിക്കൽ, ഓപ്ഷൻ സി മഗ്നീഷ്യം ഇരുമ്പ്, ഓപ്ഷൻ ഡി സിലിക്ക മഗ്നീഷ്യം. ചോദ്യം 4. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരം പണികഴിപ്പിക്കാൻ ആവശ്യമായ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരൻ ആര്? ഓപ്ഷൻ എ ജോൺ ഡി റോക്ക്ഫെല്ലർ, ഓപ്ഷൻ ബി ബിൽ ഗേറ്റ്സ്, ഓപ്ഷൻ സി ഇലോൺ മസ്ക്, ഓപ്ഷൻ ഡി ഹെൻറി ഫോർഡ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് എഴുതിയാൽ മതി. ഞാൻ എന്തായാലും ഒരു പിൻഡ് കമൻറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇത്രയാണ്. അടുത്ത വീഡിയോ നാളെ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.